ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അറ്റ്ലാന്റിക് ഗെയിമിംഗ് ബ്രോ. അപ്പോൾ ഇത് നമ്മളൊരു ന്യൂ ഗെയിമിലാണ്. ഈ ഗെയിമിയുടെ പേരാണ് കമല. അപ്പോൾ ഗൈസ്, ഇതുപോലെ തന്നെ കമലയുടെ ഒത്തിരി ഹൊറർ ഗെയിംസ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുന്നതാണ് നിങ്ങൾ പാതിയോളം പേരും നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്കാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഒരു കുഴപ്പമില്ല, ഒരു ലൈക്കല്ലേ നിങ്ങൾ അടിച്ച് പൊട്ടിച്ചോളൂ, ഒരു സീനും ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ കമല സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഗൈസ്. അപ്പോൾ ശരി, അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ആക്കി. ഓക്കെ ഗൈസ്, ന്യൂ ഗെയിം പ്ലേ എസ്കേപ്പ് ഓൾ ട്രാക്സ്. നമ്മുടെ സെൻസിറ്റീവ് നമുക്കങ്ങ് കുറച്ചിട്ടേക്കാം. നമുക്ക് ഇനി ഇവിടെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഇനി ചെയ്യാറുണ്ട് ഗൈസ്. അപ്പം ഇനി അതന്നെ ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സെറ്റിങ്സ് എല്ലാം സെറ്റ് ചെയ്ത് കമലയുടെ ബിഗ് സ്മൈൽ ഓൺ ഫ്ലൈസ് ഹെർബിഡിങ്ങിൻ്റെ ഓക്കെ. കമല ഒരു കമല ടു ന്യൂ ഹാം വിത്ത് ലവ്. അപ്പോൾ കമലയുടെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ക്ഷണിച്ചു. ലവ് ഹാവ് ഹൗ ഡെസ്റ്റിനി ഹാവ് ഡിഫറെൻറ്റ് പ്ലാൻസ് ഫോർ ഹെർ. ഓക്കെ ഗൈസ്, വിധി അതായിരുന്നു. കമല യൂസ് സ്പിരിറ്റ് ആൻഡ് ഹെർ പേഴ്സണാലിറ്റി ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. ഓക്കെ ഗൈസ്, ഗൈസ് ആണ് പുള്ളിയുടെ ഇതെല്ലാം തിരിച്ച് ഈറ്റിംഗ് മോൺസ്റ്ററോ. മറ്റേ പുള്ളിയുടെ മറ്റേ വയറ് തുടങ്ങി അതാണ് പുള്ളി. ഞാൻ മറ്റേ അടുത്ത ലവ് ലെറ്റർ വരുന്നു. മറ്റേ അടുത്ത പുള്ളിക്കാരിയെ കല്യാണം കഴിക്കാനാണ്. ഇതാരാ ഇത്? ഫോർട്ടോൺ ലൈക്ക് ടോട്രിക് പേഴ്സ് കിട്ടുന്ന ഡിറ്റർമൈൻഡ് ടു എക്സോസ്റ്റസ് കമല. അതെ. സോ ഗൈസ്, കമല ഒരു മറ്റേ സാധാ ഒരു പെണ്ണായിരുന്നു. ഓക്കെ, എല്ലാ ഹൊറർ ഗെയിമിലും നമ്മൾ കുറ്റിക്കാട്ടി വരണം. അപ്പോൾ ഗൈസ്, കമല ഒരു സാധാരണ ഒരു പുള്ളിക്കാരിയായിരുന്നു. അപ്പം പുള്ളിക്കാരി കല്യാണം കഴിച്ചിട്ട് എന്തുവെന്ന് അറിയത്തില്ല, ഇതെന്ന് എഴുതിക്കുന്നത് പ്രഭാറ. വീട്ടിൽ കഴിച്ച് കഴിഞ്ഞപ്പം അവൾക്ക് എന്തോ ഒരു അസുഖം വന്നിട്ട് ഇതന്നെ ഈ ഗൈസ് നമുക്കില്ല. ഡു നോട്ട് യൂറിന് മദ്യം മൂത്രമൊഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ എന്ത് പറഞ്ഞേ ഗൈസ്, കമലയ്ക്ക് ഒരു ഈവിൾ സ്പിരിറ്റ് ചെയ്യുന്നുണ്ടാവും. മറ്റേ ആ പുള്ളിയുടെ അച്ഛനെയൊക്കെ കൊന്നൊക്കെ പറയുന്നത്. ഇതന്നെ വെള്ളമോ? മറ്റേ മറ്റേ ഇന്ത്യൻ ഹൊറർ ഗെയിം തന്നെ ഇത്. മറ്റേ ഗൈസ് പറയാൻ വിട്ടുപോയി, ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഹൊറർ ഗെയിമാണ്. ഇത് ഉണ്ടാക്കിയ ഒരു പുള്ളി നമ്മൾ അഭിനന്ദിക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നി ഈ പലകലം വെക്കണോ? എന്നാൽ കമലയ്ക്ക് ഭ്രാന്ത് വിളിച്ച് വീടിന് തീ കിട്ടുമോ? സ്വയം ചാകുള്ള പരിപാടിയാണോ? എടി പെണ്ണുമ്പള, നമ്മൾ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാം. ഹോട്ടലുള്ള ബക്കറ്റോ? ഈ ഗൈസ്, ഈ ബക്കറ്റിന് ഹോട്ടലുണ്ട്. ആ ഹോട്ടലുള്ള ബക്കറ്റ് വേണ്ട എന്നാ? അയ്യോ, ഇന്നത്തെ വെള്ളമില്ലേ? ഹോട്ടലുള്ള ബക്കറ്റ് എടുത്താണ് നമ്മൾ മറ്റേ എന്തുവാ കമലയുടെ വീടിന് തീ അണയ്ക്കാൻ പോകുന്നത്. ഇനി ഞാൻ മറ്റേ അതിൻ്റെ പുറകെ എന്താ ശൂലം കാണുന്നു. എന്താണ്ട് ഗൈസ്, ഇത് മറ്റേ കാളവണ്ടി. നമ്മുടെ മറ്റേ പോത്ത് ഇവിടെ വെച്ചാൽ പോത്ത് നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോകും. ഇതിനെ കമലയുടെ വീണ്ടും ചെയ്താണോ? ഇതേ ഷെഡ്. ഇതാരാ കമലയുടെ അച്ഛനാണോ? കമലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് കമല അച്ഛനെ കമ്പി തറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പിപ്പാര കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുക. നമുക്ക് ഈ കമ്പിപ്പാര കൊണ്ടുപോയിട്ട് ആ ടാപ്പിൻ്റെ ഇനിയും ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു കുത്തു കൊടുക്കും. എന്നിട്ട് പിടിച്ചിട്ട് ഹോൾ ഇൻട്രാക്റ്റീവ് ഫിൽ വാട്ടറോ ശരിയായില്ലേ? ഇതന്നെ. ഇങ്ങനെ നടക്കണോ? നമ്മൾ വെള്ളം നിറയ്ക്കണോ? വെള്ളം നിറഞ്ഞില്ലേ? നിറ മോട്ടറുള്ള ബക്കറ്റാ. കമല ഇനി മറ്റേ ഈ കലെടുത്ത് നമ്മൾ തലക്കട അടിക്കാനാണ്. ഒഴി കേറടോ. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലെവൽ യു കീപ് യു സേഫ്. ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ടേബിൾ. ഓക്കെ, നമ്മുടെ ഹെൽത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫൈൻഡ് കമല എന്നാണ്. ഫൈൻഡ് കമല ഇതന്നെ. ഓക്കെ, അതിന് കമല ഇനി എവിടെയാണോ ഗൈസ്? നമ്മളിനി കമലനെ തടയ്ക്കണം പറഞ്ഞാൽ കമലനെ കണ്ട് ചായ കുടിച്ചിട്ട് ഗൈസ് നമുക്കിവിടെ എന്തോ രോഷം. അത് വേറൊരു ഇതാണ്. അത് പേടിപ്പിക്കണം ഗൈസ്. അത് നിങ്ങൾ കണ്ടോന്ന് ഇതിനാ നമുക്ക് തോന്നാം. നിങ്ങൾ കണ്ടോന്ന് എനിക്കതറിയില്ല. കമലയായിരുന്നു. ഓക്കെ, നമുക്ക് ഓരോരോ മുറി കയറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇതെന്നാ? ഇത് നമുക്ക് മാറ്റാം.
ക്യാബിനറ്റ് കീയോ? ക്യാബിനറ്റ് കീ ഇനി ഇത് ഏത് കാട്ടിലോട്ട് നമ്മൾ കയറി ചെയ്തത്? ഇതെന്നാ കളക്റ്റബിൾസ് 1/8. നമുക്ക് ആദ്യം എന്തായാലും പോയി വിളിക്കാം. ഇവിടേക്കാണ് എന്തായാലും സേഫില്ല ഗൈസ്. കമല ഈ പട്ടി ഏത് കാട്ടിലാന്ന് പോലും അറിയില്ല. ഓക്കെ ഗൈസ്, വാവ് കക്കൂസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഓർത്ത് നോക്കുക, നമ്മളിവിടെ ഇരിക്കുക ഈ കക്കൂസിൻ്റെ മണ്ടയ്ക്ക് കവലുണ്ട്. സോറി ചേട്ടാ. ഓക്കെ സോറി. താനെ എന്തിനടേ എന്നെ ഗൈസ്? ഈ ഗെയിമിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിം കളിക്കണം നെറ്റ് വേണം. നെറ്റ് വരുവാണെങ്കിൽ ആളുണ്ടാവും, അതാ കുഴപ്പം. I can hide from her but not for long. She is unstoppable. I do not know if I can escape. I do not know if I can survive. Lord Hanuman, please save me. Guys, എനിക്ക് തോന്നുന്നു നമ്മുടെ സൗണ്ട് ഇച്ചാണ്. ഒരു മിണ്ടായിക്കട വാഴേ. ഇയാളെ ഈ പുള്ളിയുടെ ചാച്ചം കാരണം നമ്മൾ മിക്കവാറും വിടും ഗൈസ്. ഈ പുള്ളിയുടെ പുള്ളിക്കാരിയുടെ മറ്റേ നമ്മുടെ കൊലിസില്ലേ, കൊലിസിൻ്റെ ശബ്ദം കേൾക്കാം. ഓ അടുത്ത ആട് ഗൈസ്. ഈ ആട് കണ്ട് ഞാൻ മടുത്ത് ഗൈസ്. ഞാൻ മിക്കറി കഴിച്ചിട്ട് പോകും. ഓ നമുക്ക് ഇനി ഇവിടെ ഒബ്ജക്റ്റീവ് പ്ലേസ് ഐറ്റംസ് ഇൻ ദ കോർട്ട്യാർഡ്. പ്രയർ പ്ലേറ്റ്, ചാമ്പോറ്, സാൾട്ട് ബ്ലൗവ്. സാൾട്ട് ബ്ലൗ ഉണ്ടോ എൻ്റെ അടുക്കള ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ അത് കൊണ്ടുവന്ന് വെച്ചാൽ. പ്രെയർ ബുക്ക്, ഹോളി വാട്ടർ, കലാഷ് പോട്ട്. എടാ പോണ നമ്പറിലൊക്കെ ഇതിനൊക്കെ പുള്ളിക്കാരുടെ വായോട്ട് എന്ന് കയറി കിടക്കുന്നു. നമ്മൾ നേരെ അവിടെ നിന്ന് വന്നു. പുള്ളിക്കാരുടെ ഏതോ ഒരു നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഏത് തുടങ്ങത്തിലാണോ എന്താവും ഗൈസ്. നമ്മൾ കയറി വന്നപ്പോൾ ഈഗിൾസോ ഈ പുള്ളിക്കാരി എന്നെ പറയുന്നത് പാട്ടി ഗൈസ്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമ്മൾ സൈഡിലായിട്ട് എന്തോ ഒരു പാത്രത്തിലെന്തോ സംഭവം വന്നാണ് ഗൈസ്. ഈ പുള്ളിക്കാരിയുടെ ഗുണമെന്ന് വെച്ചാൽ പുള്ളിക്കാരി എടുത്ത് വന്നത് ചെരങ്ങയുടെ ശബ്ദമുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത ആട് ഗൈസ്. ഈ ആട് കണ്ടാണ് ഞാൻ മടുത്ത് ഗൈസ്. ഇനി ഈ പുള്ളിക്കാരി പിടിക്കുന്ന സമയത്താണ് കണ്ട് ഈ ആടങ്ങൾ വന്ന ഒന്നും പുള്ളിക്കാരി എന്ന് പറഞ്ഞു ഗൈസ്. ഏതോ ഒരു വഴി കൂടെ പുള്ളിക്കാരി വരുന്നുണ്ട് ഗൈസ്. അവിടെ പസയിലുണ്ട് ഗൈസ്. മറ്റേ ആനനെ തിരിച്ച് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ വെക്കണം. സൈഡിൽ ഒരു അൽമാരി തുറന്ന് നോക്കുക. ഒരു കൊണ്ടുവരാണ്ട് ഇല്ല. പുള്ളിക്കാരി പോയി. അടുത്ത ആട് ഗൈസ്. ഇത് നമ്മൾ വീഡിയോ തുടങ്ങി പിന്നെ എത്രാം ആളാണ് പുള്ളിക്കാരുടെ ചിലങ്ങളുടെ ശബ്ദം കേട്ട്. ഈ പുള്ളിക്കാരി കാരണം നമുക്ക് മറ്റേ ഇത് മിക്കവാറും നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് നമ്മളെ കൊല്ലാനുള്ള പരിപാടിയാണ്. പുള്ളിക്കാരി വന്നിട്ടുണ്ട് ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ ഗൈസ്. കോടിയ വാഴ നീ ഉടായിപ്പ നീ ഒന്നും വേണ്ടണ്ട എൻ്റെ പൊന്നെ. പോയെന്നു പുള്ളിക്കാരി. ഇല്ല പുള്ളിക്കാരിയുടെ മറ്റേ ഇത് കേൾക്കാം നമുക്ക്. ചലങ്ങ എനിക്കൊന്ന് പുള്ളിക്കാരി എടുത്ത് വരുമ്പം നമുക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുക ഗൈസ്. ആർ യു ഫീലിംഗ് ഷൈ? ഒന്ന് പോവാണ്, എനിക്ക് നാണമാവുന്നു. പുള്ളിക്കാരി എന്നാ ഫീ പറയുന്നേ പറഞ്ഞോ? നമ്മളൊന്നും അറിഞ്ഞില്ല. ഇപ്പം നമ്മളെന്തോ ഒരു സംഭവം എടുത്താണ്. എനിക്ക് സാൾട്ട്
അടുത്ത ആഡ് ഗൈസ്. ഇനി ഈ ഗൈസ് ഇതിൻ്റെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറ ഇനി അത് മറ്റേ ആഡ് വരാതിരിക്കാൻ വേണ്ടി എന്തോ മാർഗം വല്ലതും ഉണ്ടോന്ന് ഗൈസ്. ഗൈസ് നമുക്ക് ഇതില്ല, മറ്റേ സ്റ്റാമിന അധികം ഇല്ല. അപ്പം നമ്മൾ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് മിക്കവാറും. ഗൈസ് പുള്ളിക്കാരി എവിടെ അറിയില്ല, പുള്ളിക്കാരിയുടെ ചിലങ്ക കേട്ടെന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റേ ഒളിച്ചിരിക്കുക. ഇതിരിക്കുമ്പോൾ നമ്മൾ കമലിനെ കളയ്ക്കാനാണ് തോന്നേ, അതോ കമല നമ്മളെ കളയ്ക്കാൻ വേണ്ടിയാണ് തോന്നേ. നമ്മൾ എന്തോ ഒരു ക്യാബിനറ്റ് കീയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങാമോ നമുക്ക്? ഗൈസ് വീണ്ടും ഗൈസ് ഈ പുള്ളിക്കാരി കാരണം നമുക്ക് നമ്മളിതിൻ്റെ അകത്ത് ഇപ്പോൾ അടയിരിക്കുമോ ശരിക്കും പറഞ്ഞാൽ. പുള്ളിക്കാരി ഇവിടെ അങ്ങനെ ഉണ്ട്. ഐ ആം നോട്ട് സ്കേർഡ് ബൈ ഓൾഡ് മാൻ. എന്നാൽ പോയി ചാകുവാളേ. ഞാൻ മറ്റേ സന്യാസം ഇല്ലാതെ പിന്നെ ഡോണാട്ടല്ലേ വരാം. സിംഗിങ്ങോ ഏതാ നമ്മൾ പച്ച പരിഷ്കാരി ആ പാട്ടാണോ സിംഗിങ്? അതോ പുള്ളിക്കോയോ? ഏത് പാട്ടാ? നമ്മളോട് ഒന്ന് കേൾക്കട്ടെ. ഗൈസ് ഈ പുള്ളിക്കാരി കാരണം മിക്കവാറും എന്നെ തട്ടുന്ന അവസ്ഥയാണ്. പുള്ളിക്കാരി തെക്കോട്ടും പോകുന്നില്ല, വടക്കോട്ടും പോകുന്നില്ല. ഇത് ഇവിടെ ഇതാണെന്ന് ഒരു എൻ്റെ പണി കമല ഡയലോഗ് മാറ്റിപ്പിടി. എനിക്കൊന്ന് നമുക്ക് കാണുന്ന നേരെയുള്ള മുകളിൽ പോയി നോക്കാം. ഐ ആം നോട്ട് സ്കേർഡ് ബൈ ഓൾഡ് മാൻ. ഇത് തന്നെയാണ് ഡയലോഗ് പറഞ്ഞത്. ഭ്രാന്ത്. ആജ അടിച്ച് കയറി വരാം. എന്നോട്ടാ കമ്മോട്ട് നിന്റെ പേരൊന്നും എൻ്റെ ഇടയ്ക്ക് നടക്കത്തില്ല പെണ്ണമ്പള്ളേ. കമലയായിരുന്നു അപ്പുറത്തിരുന്നേ. ഈ കമല നമ്മൾ മിക്കവാറും ഇവിടെ അടയിരിക്കുക. കമല ഇവിടെ വന്നിട്ട് നിന്ന് പോയി. നമ്മളിനി ഇറങ്ങാൻ പോവാണ്. വിളിക്കടോ തോന്നുന്നു പുള്ളിക്കാരി സാരിയൊക്കെ വെച്ച് നാളെ പുള്ളിക്കാരി പെയിൻറ്റിങ് ആയിട്ട് വരുവാണ്. ദേഹത്ത് നിറഞ്ഞ ചുമന്ന കളറാണല്ലോ. കമ്മോട്ട് എൻ്റെ പൊന്നി കമല ഇരുന്നുണ്ട്. അതിലൊക്കെ മാറ്റിപ്പിടി. നമ്മൾ സർവ്വ ധൈര്യം എടുത്ത് ഇന്നോട് കയറി വന്നിട്ടുണ്ട്. ഇനി ഏത് തുടങ്ങത്തിലോട്ടാണോ കയറി പോകുന്നതാവോ? ഇതാണോ ഹോം കൊണ്ടോ? ഇല്ല തുറന്ന് നോക്കേണ്ട വലിയ പ്രയോജനമുണ്ട്. ഇതെന്നാ ഓൾറെഡി ഹോൾഡിങ് ഗായ്സ്. ഇതിൻ്റെ അടുത്ത ആഡ് വന്നു ഗായ്സ്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു ഞാൻ ഈ ആഡ് കണ്ടു അടുത്ത്. ഇത് നമുക്ക് ഓൾറെഡി ഹോൾഡിങ് ആയിട്ടാണ് ഗായ്സ്. ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടോ നമ്മുടെ ഈ പ്രെയർ പ്ലേറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടി. സോ ഗായ്സ് ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. നമ്മൾ ആ വന്ന വഴിയുടെ സൈഡിലായിട്ടും ഒരു വഴിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ വഴി കൂടെ മേ ബി പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും എത്തുക. വേണമെങ്കിൽ കമലയുടെ വായിലായിട്ട് ഒഴുകിയിരുന്നത്. നമുക്കറിയാലോ ഗൈസ്. ശിവായ എടീ പുള്ളി വിളിച്ചു വരുത്തുവാടേ. ഗൈസ് ഇനി കമല ഏത് കാലത്ത് വരാനാണോ ഗൈസ്? എന്തായാലും നമ്മൾ ഒരു ആദ്യത്തെ ഇതായത് നമുക്കിനി ഇവിടെ അടയിരിക്കുന്ന മാതിരി ഇരിക്കാം. കമലൊന്ന് വന്നു പോട്ടെ. ഓക്കെ ഗൈസ് കമല കാണുന്നു വരുന്നു. പുള്ളിക്കാരി ചമന്ന LED ലൈറ്റും കണ്ണി ഒട്ടിച്ചോണ്ട് വരുന്നുണ്ട്. കാലമാടി പുള്ളിക്കാരി മറ്റേ സ്വർണ്ണക്കുരിശൊക്കെ ഉണ്ടോ? അങ്ങനെ അതാണ്ട് പെയിൻറ്റിങ്ങും മറ്റേ അടിച്ചൊക്കെ കഴിഞ്ഞ് വരുക. ചുമന്ന ഇതൊക്കെ കാണും. ചോലയാണോ ഇനി അതോ ചുവന്ന കളറാണോ? ഈ പുള്ളിക്കാരി ഏത് വായോട്ട് കയറി പോവുക? വാഴ
പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു ആസ്മയുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരിയൊക്കെ ശ്വാസമൊക്കെ ആഞ്ഞെടുത്താണ് വലിക്കുന്നതെന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് നമ്മൾ എനിക്ക് സേവ് ആണ്, നീ തന്നെത്താൻ എങ്ങ് സേവ് ആയിരിക്കും. എന്നെ ഒന്ന് ഇത്ര ബലികടാക്കണേ. ഞാൻ എന്നെ രക്ഷിക്കാൻ വന്നയാടി വാഴേ. മനസ്സിലാക്കാത്ത കഴുത. ഗൈസ് ഇപ്പം നമുക്ക് ശരിക്കും പറയാൻ ആകെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റേ എന്തായിരുന്നു ക്യാബിനറ്റ് കീയും ഗൈസ് ഞാനിപ്പോൾ ഒരു സംഭവം കണ്ടു. എന്താണെന്ന് വെച്ചാൽ എടേ ഒന്ന് മിണ്ടാടി, ഈ പുള്ളി വിളിച്ചു വരുത്തുവാടേ. ഗൈസ് നമ്മൾ ആ സൈഡിൽ കണ്ടപ്പോൾ എന്തോ ഒരു തീപ്പൊളി പോലത്തെ സംഭവമുണ്ട് ഗൈസ്. പ്ലീസ് ചെയ്യുന്നു. ഈ പുള്ളിക്കാരി എവിടെ നിന്നാ പറയുന്നത്? അവൻ്റെ ചിലങ്ങളുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. എടി ഈ പുള്ളി ഇത് തന്നെ പറഞ്ഞോണ്ട് ഞാൻ മിക്കവാറും ചാകാനുള്ള പരിപാടിയാണ്. സോ ഗൈസ് കമ്മ നമ്മുടെ അടമുക്കാമനൊക്കെ ഇവിടെ അടയുന്നുണ്ട്. കമ്മൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഈ ഒരു ഗ്യാപ്പിൽ സമയം എവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മളെ കണ്ട് ഇനി ഇതിനെ ചെയ്യണം നമുക്ക്. അടുത്ത ആഡ് വന്ന് ഗൈസ് ഞാൻ ഈ ആഡ് കണ്ട് മടുത്ത് ഗൈസ്. എനിക്കൊന്ന് ഇതെന്തായാലും സേഫ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് അറിയിച്ച് സാൾട്ട് ബൗൾ അയ്യോ ലോ അല്ലല്ലോ, അൾട്ര ആ എടേ അൾട്രാനല്ലേ. ഗൈസ് ഇപ്പോഴാണ് നമ്മൾ ഓരോ സാധനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയെടുക്കുന്ന മുമ്പിലോ ഓരോ സാധനം വെച്ച് കഴിയുമ്പം കമലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കമല നമ്മളെ തട്ടാൻ വരും. എനിക്ക് തോന്നുന്നു ഈ ഉള്ള സാധനങ്ങൾ ഫുള്ള് കണ്ടുപിടിക്കുക. പ്രേരപ്പായിക്കൊന്നും വേണ്ടിയിട്ട് ഇപ്പം തന്നെ വെച്ചപ്പോൾ ഈ കമല ഇങ്ങനെയായി. ഇനി അപ്പം ഗൈസ് നമ്മുടെ അവസാനത്തെ സാധനം കലാഷ് പോട്ടാണ്. പട്ടി വാഴ നീ കൂടെ മിണ്ടതേ. അയനോ സ്റ്റേഡ് വഴി ഓൾഡറാണ് അവിടെ കൊണ്ട് കുത്തി വെക്കാൻ പോകുന്ന സമയത്ത് ഇത് സേഫ് പോയിന്റ് ഇവിടെ കാണാൻ വിളിക്കത്തില്ല ഉറപ്പാ എന്നാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി വന്നു പോയെന്ന് തോന്നുന്നു. ഏത് വായോടാ പുള്ളിക്കാരി പോയോ? ഇങ്ങനെ പുള്ളിക്കാരി ഇവിടെ വരത്തില്ലായിരിക്കും. സോ ഗൈസ് നമ്മൾ സർവ്വ ധൈര്യം എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. കളക്റ്റബിൾസ് 2 വയ്യത്തെ ഈ വാഴ പെട്ടെന്ന് നടക്കത്തില്ല. ലോഡ് റാമിൽ സെയിം അതെ അടുത്ത ആഡ് വന്ന് ഗൈസ് ഈ ആഡ് വന്നു നമ്മൾ അടുത്ത് ഈ ആഡ് വരെ നടത്തണമെങ്കിൽ ഗൈസ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറ. ഓക്കെ നമ്മൾ ഇവിടെ വന്ന് എത്തി. ഇനി ഈ കുന്തറാണ് എനിക്കൊന്ന് എവിടെ കൊണ്ടുവയ്ക്കാൻ കമലൊന്ന് വന്ന് പോട്ടെ ഗൈസ് നമ്മളിവിടെ അരമുക്കാമണിക്കൂറാണ് ഇവിടെ കുത്തിയിടിക്കും. ഇത് കഴിഞ്ഞ് കമല വന്നിട്ടില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ കുറേ ബുദ്ധികരമായ നീക്കങ്ങൾ വേണം നടത്താനായിട്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ശില്പം കൊണ്ടുപോയി നമ്മൾ മറ്റേ ഒരു ഹാളിൽ വന്ന് ഒളിച്ചാന്നല്ലോ അവിടെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ മേ ബി എൻ്റെ ഒരു ഐഡിയ വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ സൈഡിലായിട്ടൊരു ശില്പം വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ. ഈ കമല ഒന്ന് വന്ന് പോയിട്ട് വേണം പിന്നെ നേരെ കുതിച്ച് വരാനായിട്ട് ഗൈസ്. നമ്മളെ ചതിച്ച് ഗൈസ്. കമല അപ്പുറത്തെ മുറിയായിരുന്നു. നമുക്ക് ആ കുറച്ചും സമയം കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വന്നു ഗൈസ്. നമ്മളെ ചതിച്ച് ഗൈസ്. കമല അവിടെ എന്തൊക്കെ പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് കമല അടുത്താണ് എനിക്ക് കമല ഇന്നൊന്നും വരുന്ന ലക്ഷണമല്ല ഗൈസ്. സോ ഗൈസ് നമ്മൾ രണ്ടും കളിപ്പിച്ചു തീരുമാനം എടുക്കുകയാണ്. ഇവിടെ
മുടിയുണ്ട്. വല്ലാത്ത ശബ്ദമാണ്. കമൽ ഇനി ഏത് പാർട്ടിയാണോ ഗൈസ്? കമൽ അന്ന് പോയോ? നമുക്ക് ആ മുറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റിയത് ഗൈസ്. വിഷമമുണ്ട്. ഈ പട്ടി എങ്ങാണ്ട് മറ്റേ ഇവിടെ ഗൈസ് ഇവിടെ നമ്മളൊന്ന് പോകാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. നമ്മൾ സർവ്വ ധൈര്യം എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കുതിച്ചു വന്നു. ഐ വിൽ ബേൺ ഡൗൺ ദ വോൾ ഹാവേലി. അതിന് ഇനി എന്തെങ്കിലും കാണിക്കേ. നമ്മൾ സർവ്വ ധൈര്യം എടുത്ത് ഇങ്ങോട്ട് നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി അമ്മ എടുത്തങ്ങാനുണ്ട് ഗൈസ്. നീ മാത്രം ശരിക്കണ്ട, ഞാനും കൂടി ഇരിക്കുക. പുള്ളിക്കാരി പോകാൻ തോന്നുന്നു. അങ്ങനെ ഞാൻ താഴോട്ടങ്ങ് പോയേക്കാം പൈസ. ഇവിടെ ഒത്തിരി ഇങ്ങോട്ട് ആവാം. പിന്നെ എൻ്റെ പൊന്നടാവേ. എടാ മാക്സോ 1+5 6 3-5 ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യട്ടെ ഗൈസ്. സോ ഗൈസ് എനിക്ക് തോന്നുന്നു 3-5 6 7 8 ഓക്കെ 3 അല്ല 6 8 3 ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ആ പെട്ടിയുടെ കൂടെ പട്ടിയുടെ ഗൈസ് പറഞ്ഞ് മാറിപ്പോയി ഗൈസ്, ക്ഷമിക്കണം. നമ്മുടെ പെട്ടിയുടെ കൂടെ അയ്യോ നമ്പറൊന്നു മറന്നുപോയി. 6 പിന്നെ 8 3. സോ ഗൈസ് നമ്മൾ തന്ത്രപരമായ നമ്മൾ നീക്കങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ആദ്യം ഇവിടെ വന്നിരിക്കും, കണ്ട് നമ്മുടെ ഇത് കൂട്ടും, അത് നമ്മൾ ഇങ്ങോട്ടങ്ങ് കയറും. 6 8 പ്രയർ പ്ലേറ്റ് നമുക്ക് കിട്ടി. ഇനി ഇത് അവിടെ കൊണ്ടേ കുത്താം. ഓടിക്കോ അമ്മേ. കോഡ് നമ്മൾ മറന്നു തോന്നുന്നു. ഇതിൻ്റെ ഇടക്കങ്ങാണ്ട് ആ കമ്മനാണ് നമ്മുടെ കട്ടായ ഒന്ന് പിടിക്കാതിരിക്കും. നമ്മൾ കാണാതെ വിചാരിച്ച് നമ്മളൊന്ന് വന്നിരിക്കുക. കമ്മല തട്ടി. ഓ ഗൈസ് നമുക്ക് വിഷമായി ഗൈസ്. കമന നമ്മളെ വാങ്ങിച്ച ടു അറൈവ്. യെസ് നമ്മളെ തട്ടിയിട്ട് ഏതൊരു ഗുണാക്കേരി കൊണ്ടുവന്നു. പക്ഷെ അന്നേരം ഈ പുള്ളിയുടെ ഈ മന്ത്രവാദം ചൊല്ലി തീർന്നത് വേറെ കാര്യം. എനിക്കൊന്ന് ഈ ബ്രിക്കെല്ലാം അടിച്ച് താഴെ അതിന് മുമ്പ് അതിൻ്റെ കമന കൊണ്ടുപോകാതിരിക്കും ഗൈസ്. ഈ മുറി ഇത് ഞാൻ ഇവിടെ ഇത് നമ്മൾ മറ്റേ ഹാളാണ് ഗൈസ്. ഒരു മിനിറ്റ്, ഇവിടെ അല്ല മറ്റേ നമ്മൾ കുറച്ച് മുമ്പ് വന്നേ കമ്മനെ തട്ടോടെ സാധ്യത കാണാം. ശബ്ദം വെച്ചോണ്ട് കയറിയിട്ടുണ്ട്. പുള്ളിക്കാരി വന്നു. നമ്മുടെ പെട്ടിയുടെ കോഡും വന്നു 6 8 3. അതായിരുന്നു നമ്മുടെ പെട്ടിയുടെ കൂടെ. ഓടി ഇനി ഒറ്റ പറഞ്ഞായിട്ട് കാണാൻ പോയത് പാട്ടി. പുള്ളിക്കാരി അങ്ങോട്ട് പോയി. ഗൈസ് ഈ സമയം നമ്മളെ പാടാക്കരുത്. നമ്മൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ മുറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഒരു വാഹയില്ല. ഇതിന് ഏത് തുറമുഖത്തിലാണ് അവിടെ നമുക്ക് അറിയില്ല. Again we are back in here. ഇനി കമ്പനി ഇവിടെ വരെ വന്ന് പോകണം ഗൈസ്.
ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താണ്ടി നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കവന ഇനി വന്ന് പോകണം. നമുക്കിനി ആ പെട്ടിയുടെ കോഡടിക്കണം. കോഡടിച്ചിട്ട് വേറെ എന്തൊക്കെ ഇനി അവിടെ ചെയ്യണം. പിന്നെ ഒരു മുറിയുടെ താക്കോൽ കണ്ടുപിടിക്കണം. ഗൈസ് എനിക്ക് തോന്നുന്നു പ്രെയർ ബുക്ക് മിക്കവാറും പെട്ടിയുടെ അടിയിലുണ്ടാവും. കലാഷ് പോട്ട് മിക്കവാറും മൂട് തുറക്കുമ്പോൾ കിട്ടുമായിരിക്കും. ഇനി ചാമ്പോർ മിക്കവാറും ഇനി ആനയുടെ ഷിൽപ്പ് എനിക്കൊന്നു. ഗൈസ് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമുക്കിനി മറ്റേ നമുക്കിവിടെ ലൈഫ് റിമൈനിങ് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. ഇനി 2 ലൈഫും കൂടെ ഉള്ളൂ ഗൈസ്. ഇനിയും ചാമ്പോർ എനിക്ക് തോന്നുന്നു മേ ബി മറ്റേ മുറിക്കകത്തല്ലെങ്കിൽ പെട്ടിക്കകത്തല്ലെങ്കിൽ ആനയുടെ ശില്പത്തിനകത്ത്. പ്രെയർ ബുക്ക് ഈ 3 കലാഷ് പൊട്ടും അതുപോലെ തന്നെ. നമുക്കിനി ഒരു മുറിയുടെ ചാവി കണ്ടുപിടിക്കുന്നുണ്ട് ഗൈസ്. ഇനി അത് കണ്ടുപിടിക്കണം. ഗൈസ് ഇനി ഒരു കമല വന്നു പോകണം ഗൈസ്. കമലയാണെന്ന് തോന്നുന്നു വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് കമല അവിടെ നിന്ന് വരുന്നുണ്ട്. വാളാളെ ഇങ്ങോട്ടെ. വരുന്ന കഴിവ് കണ്ടില്ലേ? പെയിൻറ്റിങ് ആയിട്ട് വരുക. എൻ്റെ പൊന്നെ പുള്ളിക്കാരി നിനക്കെങ്ങാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. നീ ആസ്മ എടുക്കാൻ നോക്ക്. നിങ്ങൾ കാര്യങ്ങൾ കൈ വിട്ട് പോകുന്ന ലക്ഷണമാണ്. പുള്ളിക്കാരിയുടെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു പാടെ ഗൈസ്. എനിക്ക് തോന്നി നമ്മൾ രണ്ടും കളിപ്പിച്ച് ചെയ്യണം ഗൈസ്. പുള്ളിക്കാരി അതുകൊണ്ട് പോയി. നീ ഇന്നോട്ടങ്ങാണ്ട് വരുമോ വാഴ? ഒരു കാര്യം ചെയ്യാം. പിന്നെ പുറത്ത് ഇങ്ങോട്ട് തുറന്നപ്പം ഒരു വാഹ കിട്ടും. ഞാൻ മിക്കവാറും ഈ ഗെയിമിൽ ഇറങ്ങി പോകും. അത് അങ്ങനത്തെ വാഴേ. ഈ പുള്ളിക്കാരി വരാൻ വേണ്ടി ഞാൻ ഇനി 3 മണിക്കൂർ ഇവിടെ മറ്റേ അട ഇരിക്കണം ഇനി ഇവിടെ. നമ്മളിവിടെ 3 മണിക്കൂർ ഇവിടെ ഇരിക്കുക. ഇതുവരെ കമലൊന്നുമില്ല. സോ ഗൈസ് ഈ വീഡിയോയുടെ ഒരു പാർട്ട് 2 ഇനി എന്തായാലും വീഡിയോ ഒരുപാട് ലെന്തിയായി. അപ്പോൾ ഗൈസ് നമുക്കിനി 3 സാധനങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമുക്കിനി ചാമ്പോറും പ്രേമവും കലാഷ് പൊട്ടുകളും സിമ്പിളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗൈസ് ഈ വീഡിയോ കാണുന്നത് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഗൈസ്. അപ്പോൾ ശരി, ടാറ്റാ.